കോതമംഗലം നഗരസഭയുടെ കീഴിലുള്ള ക്രെമറ്റോറിയം നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ നഗരസഭ വലിയ അലംഭാവം കാട്ടുന്നതായി കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. മുൻ എം.എൽ.എ. ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ 4 കോടിയോളം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. കോതമംഗലം നഗരസഭയുടെ കീഴിലുള്ള ക്രെമറ്റോറിയം നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ നഗരസഭ വലിയ അലംഭാവം കാട്ടുന്നതായി കേരള കോൺഗ്രസ് എം കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി. മുൻ എം.എൽ.എ. ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉൾപ്പെടെ 4 കോടിയോളം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ നഗരസഭയുടെ കാലാവധിക്ക് ശേഷം കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ലെന്നും നിർമ്മാണം ഇഴഞ്ഞാണ് നടക്കുന്നതെന്നും കേരള കോൺഗ്രസ് എം ആരോപിച്ചു. കഴിഞ്ഞ മാസം നിർമ്മാണം പൂർത്തിയാകേണ്ട പദ്ധതിയുടെ കാലാവധി ഇതുമൂലം നീട്ടി നൽകിയിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താനായി മൂവാറ്റുപുഴയിലോ അതിലും ദൂരസ്ഥലങ്ങളിലോ എത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് പരിഹാരമെന്ന നിലയിലാണ് കഴിഞ്ഞ ഭരണസമിതി ക്രെമറ്റോറിയത്തിനായി സ്ഥലം കണ്ടെത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിലവിലെ നഗരസഭാ ഭരണകർത്താക്കൾക്ക് ആർജവമില്ലാത്തതും പഴയ ഭരണസമിതി വിഭാവനം ചെയ്ത പദ്ധതി എന്നതുകൊണ്ടുമാണ് പൂർത്തീകരണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ, ജിജോ പീച്ചാട്ട്, ലിസി ജോസഫ്, വി.സി. മാത്തച്ചൻ, മാത്യു ചേറ്റൂർ, ജോർജ് പുൽപ്പറമ്പിൽ, ബിനിൽ വാവേലി, ബെന്നി ചിറ്റൂപ്പറമ്പിൽ, ഷാൻഡി കോയിക്കക്കുടി, ജോർജ് മുടവൻമുകൾ, ബിനോയ് പള്ളത്ത്, സ്കറിയച്ചൻ തുടുമേൽ, ജോസ് കൊച്ചുകരോട്ട്, പയസ് ആന്റണി, എ.ആർ. പൗലോസ്, ജോസഫ് ആന്റണി, ജോമി എബ്രഹാം, സ്കറിയ കൊച്ചറക്കൽ, ഇ.എം. ഹസൈനാർ, പീറ്റർ പിട്ടാപ്പിള്ളിൽ, ജെയ്സൺ പീച്ചാട്ട്, ജോൺസൺ അവറാപ്പാട്ട്, ഷാജി പള്ളുവാതുക്കൽ, സിനോഷ് നെടുമ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.